വലിയൊരു പോലീസ് സന്നാഹമാണ് നിലവിൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെയും അതുപോലെ തന്നെ പുറത്തുമായിട്ട് ഒരുക്കിയിരിക്കുന്നത്. നിലവിൽ സ്ഥിതിഗതികളൊക്കെയും ശാന്തമാണ്. ഇതുവരെയും മറ്റു വിധത്തിലുള്ള ഒരു വിധത്തിലുള്ളയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു വിധത്തിലുള്ള സാന്നിധ്യവും തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനകത്തോ പുറത്തോ തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും പോലീസ് വലിയ ജാഗ്രതയാണ്. റെയിൽവേ സ്റ്റേഷന്റെ കവാടത്തിലും ഒക്കെ ആളുകളെ നോക്കി തന്നെയാണ് പോലീസ് ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നതും. ഇനി ആകെ സാധ്യതയുള്ളത് തീവണ്ടിക്കുള്ളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കായംകുളം ഭാഗത്തുനിന്ന് കയറിയിട്ടുള്ള എന്ന തരത്തിലെ സൂചനകൾ ഉണ്ടായിരുന്നു. അതിനുള്ള സാധ്യത കാണുന്നില്ലല്ലോ അല്ലേ ഇപ്പോൾ? നിലവിൽ അരുൺ കായംകുളം സ്റ്റേഷനിൽ നിന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കയറി എന്നുള്ള സൂചനയാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് CM സഞ്ചരിച്ചിരുന്ന ക്യാബിൻ അത് മുഴുവനായിട്ട് പോലീസിന്റെ സുരക്ഷയിലാക്കുകയായിരുന്നു. അതിനുശേഷമാണ് തുടർന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന ഭാഗത്തേക്കാണ് മറ്റുള്ള കമ്പാർട്ട്മെന്റുകളിൽ എല്ലാ കമ്പാർട്ട്മെന്റുകളിലും ഒക്കെ നോക്കിയിരുന്നു. ആ പരിശോധനയിലൊന്നും തന്നെ സംശയാസ്പദമായി ഒരു പ്രവർത്തകരെയും കണ്ടെത്തിയിട്ടില്ല. അതിന്റെ തുടർച്ചയായിട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ അകത്തും പുറത്തും വലിയ ജാഗ്രതയുടെ ഭാഗമായിട്ടാണ് ഇത്രയും സേനയെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും സമാനതകളില്ലാത്ത രീതിയിൽ തന്നെയാണ് വലിയ സുരക്ഷ. കാരണം ഇതിനു മുൻപൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു സുരക്ഷ CMന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടില്ല. കാരണം ഇത് എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേകിച്ചും കേരള എക്സ്പ്രസ് ആണ് 4:50 തിരിച്ച CM ഇപ്പോൾ 9 മണിയാകുമ്പോഴാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും കർശനമായിട്ടുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ള DGP ഭാഗമായിട്ടാണ്. തലസ്ഥാനത്ത് ഇപ്പോൾ മന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ കാത്ത വലിയ പോലീസ് സംവിധാനം അവിടെയുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിക്കാൻ നേരത്തെ ശ്രമിച്ചിരുന്നു. അപ്പോൾ അത് ഭയന്ന് ഇപ്പോൾ പോലീസ് വലിയ പ്രതിരോധ കവചം ഒരുക്കിയിട്ടുണ്ട്. തലസ്ഥാനത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വലിയ പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി എറണാകുളത്ത് നിന്നും വന്ന കേരള എക്സ്പ്രസിൽ മുഖ്യമന്ത്രി സഞ്ചരിച്ച കമ്പാർട്ട്മെന്റിലും വലിയ സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. മുഖ്യമന്ത്രി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വഴിയിൽ പ്രതിഷേധിക്കാൻ സാധ്യതയുണ്ട് എന്ന് അറിയാമായിരുന്നു. കായംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു ചെറിയ പ്രതിഷേധമുണ്ടായി. കരിങ്കൊടി കാണിക്കാൻ വേണ്ടി അവർ ട്രെയിനിൽ കയറി എന്ന തരത്തിലുള്ള ചില സൂചനകളുണ്ട്. ഇപ്പോൾ പ്രധാന വാതിൽ കഴിഞ്ഞ് മുഖ്യമന്ത്രി പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ മുഖ്യമന്ത്രി തലസ്ഥാന നഗരത്തിൽ എത്തി. കരിങ്കൊടി പ്രതിഷേധങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. വലിയ പോലീസ് സേനയെ വിന്യസിച്ചിരുന്നു തലസ്ഥാന നഗരിയിൽ. അരുണാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി ഇപ്പോൾ മടങ്ങുകയാണ്. നമുക്ക് ഒരിക്കൽ കൂടി അരുൺ, ഇപ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് പുറത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരെങ്കിലും സംഘടിച്ച് നിൽപ്പുണ്ടോ? നിലവിലില്ല അരുൺ. ഇപ്പോൾ വളരെ ശാന്തമാണ് സ്ഥിതിഗതികൾ. ഇപ്പോൾ CM ഇപ്പോൾ ഔദ്യോഗിക വാഹനത്തിൽ കയറിയിരിക്കുകയാണ്. പൈലറ്റ് വാഹനങ്ങളടക്കമുള്ളവ അകമ്പടിയോടുകൂടി ഇപ്പോൾ യാത്ര ആരംഭിക്കുകയാണ്. നിലവിൽ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തൊക്കെ കർശനമായിട്ടുള്ള സുരക്ഷ വലിയ പോലീസ് സന്നാഹത്തെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള അരമണിക്കൂറുകൾക്ക് മുൻപ് തന്നെ പോലീസിനെ ഇവിടെ ഇറക്കിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് യാതൊരുവിധ സംശയങ്ങളും പോലീസിന് ഉണ്ടായിട്ടില്ല. അതാണ് നേരത്തെ ഉണ്ടായിട്ടുള്ള കായംകുളം സ്റ്റേഷനിൽ നിന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കയറി എന്നുള്ളൊരു സൂചന പോലീസിനുണ്ടായിരുന്നു. ആ സൂചനയുടെ ഭാഗമായിട്ട് തന്നെ സംസ്ഥാനത്ത് എല്ലാ ഭാഗങ്ങളിലും എല്ലാ സ്റ്റേഷനുകളിലും ഇപ്പോൾ അരുൺ പോലീസ് കൂടെ നടക്കുകയാണ്. എല്ലാ ഉദ്യോഗസ്ഥരും പൈലറ്റ് വാഹനത്തിന് പിന്നാലെ തന്നെ പോകുന്നുണ്ട്. സുരക്ഷയുടെ ഭാഗമായിട്ട് സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് തമ്പാനൂർ ബസ് സ്റ്റാൻഡിന്റെ തലസ്ഥാനത്തെത്തി.